റെസിഡൻസ് അസോസിയേഷൻ പാടിയോട്ടുചാൽ നോർത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി. കെ രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സാബു മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. കെ വി വേണുഗോപാൽ, കെ ഉമേഷ്, ശ്രുതി സനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്തുവാനും ക്ലാസുകൾ സംഘടിപ്പിക്കുവാനും കുടുംബസംഗമത്തിൽ തീരുമാനിച്ചു. ഇത്തരം റെസിഡൻസ് അസോസിയേഷനിൽ ആ പരിധിയിൽ വരുന്ന രക്ഷിതാക്കളുടെ മക്കൾ അവർ നമ്മുടെ ഇവിടെ ഈ പരിസരത്ത് വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ പരിമിതമാണ്. അപ്പോൾ 50ഉം 100ഉം കുടുംബങ്ങൾ ഉൾപ്പെടുന്ന റെസിഡൻസ് അസോസിയേഷൻ നമ്മുടെ ചുറ്റും ഉണ്ട്. അവിടേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാകും. അപ്പൊ ഇത്തരം വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുമ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ രക്ഷിതാക്കൾ വിദ്യാർത്ഥികളുമായി അല്ലെങ്കിൽ അവരുടെ മക്കളുമായി സംസാരിക്കാറുണ്ട്. എപ്പോഴെങ്കിലും അങ്ങനെ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നൊരു മനോഭാവം കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും എല്ലാ ദിവസവും മക്കളുമായി തുറന്ന് കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു സമയം കണ്ടെത്തണം. എല്ലാ കാര്യങ്ങളും ചോദിക്കണം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് സ്കൂളിനെ കുറിച്ച്, കോളേജിലാണെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കോളേജിനെ കുറിച്ച്, അവരുടെ കൂട്ടുകാരെ കുറിച്ച്, അധ്യാപകരെ കുറിച്ച്, പഠിപ്പിച്ച വിഷയങ്ങളെ കുറിച്ച്, അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ഇതൊക്കെ കുട്ടികളുമായി സംവദിക്കണം. അവർക്ക് നിങ്ങളോട് ചോദിക്കാനും നിങ്ങൾക്ക് അവരോട് പറയാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തും തുറന്ന് സംസാരിക്കാം. ഒരു അലക്ഷ്യം പാടില്ല. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാം. ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്ന് വ്യാപനത്തെ കുറിച്ച്, അതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് നമുക്ക് അവർ സംസാരിക്കാം. അപ്പൊ ഈ കുട്ടികൾ വിദ്യാലയങ്ങളിലോ കലാലയങ്ങളിലോ പോകുമ്പോൾ തീർച്ചയായും അവർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും. ആ സുഹൃത്തുക്കൾക്ക് അവരുടെ സുഹൃത്തുക്കളുണ്ടാകും എന്ന് പറഞ്ഞ ഒരു വലിയ സുഹൃത്ത് വലയം ഈ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഈ വലിയ ശൃംഖലയിൽ ഏതെങ്കിലും കുട്ടിക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ അവരുടെ സ്വഭാവത്തിൽ അസ്വാഭാവികമായി എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നല്ല മിടുക്കനായ കുട്ടി, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് ആ പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുക, സ്പോർട്സിൽ താല്പര്യമുള്ള കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് അതിനോടൊരു താല്പര്യമില്ലാതിരിക്കുക, പൊതുവെ നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പേ അതിന്റെ സ്വഭാവം എന്തായിരുന്നു അതിൽ വിഭിന്നമായി തീർച്ചയായും അവന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകും. ശരീരം ശോഷിക്കുക, ഒന്നിനോട് ഒരു താല്പര്യമില്ലാതിരിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ ഉടനെ ആ കുട്ടി അങ്ങനെ കുറ്റവാളി എന്ന രീതിയിലൊന്നും നമ്മൾ കാണാൻ പാടില്ല. കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെയുള്ള ഏതെങ്കിലും നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ കുട്ടികൾ ഉണ്ട് എങ്കിൽ ആ കുട്ടിയെ കുറിച്ച് വളരെ രഹസ്യമായി ഒന്നുകിൽ അധ്യാപകനോട് അല്ലെങ്കിൽ വീട്ടിൽ വന്ന് രക്ഷിതാവിനോട് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത് അമ്മമാരോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED TVകൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം.